ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. എല്ലാവരും സുഖമായിട്ടിരിക്കുകയെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമ്മളിന്നൊരു ഈവനിങ് വ്ളോഗായിട്ടാണ് കേട്ടോ വന്നേക്കുന്നത്. വീട്ടിൽ ചുമ്മാ ഇരിക്കല്ലേ, ഒന്ന് നടന്നിട്ടൊക്കെ വരുമെന്ന് വിചാരിച്ച് ഇറങ്ങിയതാണ്. ഇവിടെ ഒരു ബിൽഡിംഗ് ഉണ്ട്, അതിൻ്റെ മുകളിൽ കയറി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മോഞ്ച ഫുള്ളുള്ള വ്യൂ കാണാൻ പറ്റുമെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ കരുതി ഒരു വീഡിയോ എടുക്കാം, നിങ്ങൾക്കും കാണാമല്ലോ എന്ന് വിചാരിച്ചു. നമ്മുടെ പോകുന്ന വഴിയുള്ള റോഡാണ് കേട്ടോ ഈ കാണുന്നത്. നാട്ടിലേക്ക് പോലെ തന്നെ എനിക്ക് വലിയ ഡിഫറൻസ് ഒന്നും തോന്നിയില്ല കേട്ടോ. ഞാനും കൂട്ടും, അതുപോലെ തന്നെ കൂട്ടിൻ്റെ ഫ്രണ്ട് വിൻസി ഉണ്ട്. അവർ വർത്താനൊക്കെ പറഞ്ഞ് തുളത്ത് കയ്യൊക്കെ ഇട്ട് പോകാണ്. ഞാൻ വീഡിയോ എടുക്കുന്നതുകൊണ്ട് എൻ്റെ രണ്ടുപേരും മൈൻഡ് ചെയ്യുന്നുണ്ടായിരുന്നില്ല കേട്ടോ. നമ്മളതിൻ്റെ മുകളിൽ കയറി കഴിഞ്ഞിട്ടുള്ള വ്യൂ ആണ് കേട്ടോ ഈ കാണുന്നത്. ഫുള്ള് വീടുകളാണ് കേട്ടോ, ഇങ്ങനെ അടുപ്പിച്ച് ഫുള്ള് വീടുകളാണ്. ഗ്യാപ്പ് പോലും ഇല്ലാണ്ടാണ് ഓരോ വീടുകളും ഇരിക്കുന്നത്. പിള്ളേരൊക്കെ അവിടെ ഓടിക്കളിക്കുന്നുണ്ട്. അതുപോലെ തന്നെ അവർ അവിടെ തീ കത്തിച്ചിട്ടുണ്ട് കേട്ടോ, ഫുഡ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് തീ കത്തിച്ചേക്കുന്നതാണ്. കുറച്ച് നാളൊക്കെ മുന്നേ വരെ ഇവിടെ വീടുകളിലൊന്നും കറണ്ടൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. ഇപ്പോൾ പക്ഷെ എല്ലാ വീടുകളിലും കറണ്ടൊക്കെ ഉണ്ട്. നൈറ്റത്തെ വ്യൂവും കൂടി ഞാൻ കാണിച്ചു തരാം. ഫുള്ളിങ്ങനെ മലയിലൊക്കെ ഇങ്ങനെ ലൈറ്റ് കത്തി നിൽക്കണത്. പിന്നെ ഇവിടെ ഒരു കുട്ടി നിന്ന് കുളിക്കുന്നുണ്ട് കേട്ടോ. അവൻ ഈ ബക്കറ്റിൽ വെള്ളം കൊണ്ട് വന്നപ്പോഴേ ബാക്കി അവിടെയുള്ള പിള്ളേരും കൂടി വന്നിട്ട് ആ വെള്ളത്തിന് വേണ്ടിയിട്ട് പിടിയും വലിയും ഉന്തൊക്കെയായിരുന്നു കേട്ടോ. പിന്നെ ഒരു കണക്കിന് അവൻ ആ വെള്ളം വാങ്ങിച്ച് വെച്ചിട്ട് ഇന്ന് കുളിക്കുന്നതാണ്. കാരണം ഇവിടെ വീടുകളിലേക്കൊക്കെ വെള്ളം കിട്ടുന്നത് വളരെ കുറവാണ്. കിട്ടുന്നതും ഭയങ്കര ലിമിറ്റഡ് ആയിട്ടൊക്കെയാണ് വെള്ളം കിട്ടുന്നത്. ഇവർ അങ്ങനെ കുളിക്കാറും നനയ്ക്കാറൊക്കെ ഇല്ല എന്നാണ് പറയുന്നത്. പിന്നെ വേറൊരു കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഞാൻ വീട് കാണിച്ചതില്ലേ, അതിൽ അങ്ങനെ ഭയങ്കര സെക്യൂർ ആയിട്ടുള്ള ഡോറൊന്നുമില്ല കേട്ടോ. നമ്മുടെ തുണി കൊണ്ടുള്ള കർട്ടനില്ലേ, അതൊക്കെയാണ് ചില വീടുകൾക്കുള്ളത്. ചില വീടുകൾക്ക് ഡോറുണ്ട്, പക്ഷേ എന്നാൽ അത്ര സെക്യൂർ ആണെന്നൊന്നും പറയാനൊന്നും പറ്റത്തില്ല. അതുപോലെ വേറൊരു കാഴ്ച കണ്ടതെന്ന് പറയുന്നത്, ഈ രാത്രി വീടിൻ്റെ വരാന്തിയിൽ അവിടെ ഒരു തുണി വിരിച്ചിട്ട് 3, 4, 5 പിള്ളേർ ഒരുമിച്ച് കിടന്നിട്ട് ഉറങ്ങുന്നത്. വീടില്ലാത്ത പിള്ളേരായിരിക്കാം, എങ്ങനെയാണെന്നൊക്കെ അറിയത്തില്ല. പക്ഷെ അതൊക്കെ കാണുമ്പോഴേ നമ്മളൊക്കെ എത്ര ഭാഗ്യം ചെയ്ത ആൾക്കാരാണ്. നമുക്ക് വീടുണ്ട്, സൗകര്യങ്ങൾ കൂടിപ്പോയതിൻ്റെ പ്രശ്നമാണെന്ന് നമുക്ക് തോന്നുന്നത്. എന്നിട്ട് നമുക്ക് പരാതിയും പരിഭവമൊക്കെ അല്ലേ എന്തെങ്കിലുമൊക്കെ കുറവ് വരുമ്പോൾ. ഇവർക്കൊന്നും ഒന്നുമില്ല, എന്നിട്ടും ഇവർ ജീവിക്കുന്നുണ്ട്. ഇതാണ് കേട്ടോ നൈറ്റത്തെ വ്യൂ എന്ന് പറയുന്നത്. എന്ത് ഭംഗിയാണെന്നൊക്കെ കാണാനായിട്ട്. ആ മലയിലൊക്കെ ഇങ്ങനെ ഫുള്ള് ലൈറ്റ് കത്തി നിൽക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാം. അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നത് വരയ്ക്കും. ടാറ്റാ.